ചങ്ങായിമാരെ നമ്മളെ ചങ്കരം വക്കീലുണ്ട് ആഞ്ഞടിക്കാൻ വന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചങ്കരം വക്കീൽ ആഞ്ഞടിക്കുന്ന അറിയാം? നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിക്ക് വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിലും ഇവിടെ ആർക്കും പണിയില്ലാത്ത സമയത്ത് നമ്മളെ ചങ്കരം വക്കീലിന് മുതലാളി 7 ദിവസം കൃത്യമായിട്ട് പണി കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ല? വേശാനെറ്റിൽ 7 ദിവസവും അന്തിച്ചർച്ചക്ക് നമ്മളെ ചങ്കരം വക്കീലിനെ മുതലാളി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടല്ലോ 1500 റുപ്യയും കുഴിമന്തിയും പിന്നെ വീട്ടിലേക്ക് പാർസല് കുഴിമന്തിയും. അതുകൂടാണ്ട് പരിപാടിക്ക് മുന്നേ ലോക്കല് കമ്മുട്ട സാധനം 2 എണ്ണം കൊടുക്കുന്നുണ്ട് പരിപാടി ഒന്ന് ജോറാക്കാൻ വേണ്ടിട്ട്. അങ്ങനെയുള്ള മുതലാളിക്ക് നേരെ റിപ്പോർട്ടർ ചാനൽ വന്നിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മളെ ചങ്കരം വക്കീൽ വന്നിട്ട് അതിനെ എതിർക്കണ്ടേ? ചങ്കരം വക്കീൽ വന്നിട്ട് മുതലാളിക്ക് വേണ്ടി തൂറി മെഴുകണ്ടേ? നമുക്കെന്തായാലും മുതലാളിക്ക് വേണ്ടി ചങ്കരം വക്കീൽ തൂറി മെഴുകുന്ന വീഡിയോ കണ്ടിട്ട് വന്നാലോ? വാ. മലയാളത്തിലെ മാധ്യമരംഗത്ത് ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പല തമാശകളും പല കുസൃതികളും പല വികൃതികളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പും മലയാള മനോരമയും മാതൃഭൂമിയും തമ്മിൽ മത്സരമുണ്ടായിരുന്നു, കിടമത്സരമുണ്ടായിരുന്നു. പരസ്പരം കാലുവാരാനും കുതികാരി വെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ മാധ്യമരംഗത്തുണ്ടായിരുന്നു. പല പത്രങ്ങൾ തമ്മിൽ, പല പത്രാധിപന്മാർ തമ്മിൽ, പത്രപ്രവർത്തകർ തമ്മിലുള്ള കിടമത്സരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് പരസ്യമായ വിഴുപ്പലക്കലിലേക്ക്, കോടതി വ്യവഹാരത്തിലേക്ക് നീളുന്നു എന്നുള്ളത് ഇപ്പോൾ പുതിയതായി കാണുന്ന ഒരു പ്രവണതയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും അധികം റീച്ചുള്ള, ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ദൃശ്യമാധ്യമ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ചാനൽ, അതിൻ്റെ പ്രധാന ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്, രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു. വ്യവസായ രംഗത്ത് നിന്ന് പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയ ആളാണ്. അദ്ദേഹം പിന്നീട് സംസ്ഥാനത്ത് BJPയുടെ പ്രസിഡന്റായിട്ട് പോകും. ഇദ്ദേഹത്തെ പോലെ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് ഒരു പുതുമയുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാർത്ത ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞാൽ വളരെ കളങ്കിതമായ പശ്ചാത്തലമുള്ള ചില ആളുകളുടെ പ്രധാന ഉടമസ്ഥയിൽ നടത്തുന്നു, അല്ലെങ്കിൽ വാർത്തകളെ സെൻസേഷനലൈസ് ചെയ്യുന്നതിൽ മനോരമക്കാരെ പോലും കടത്തിവിടുന്ന ഒരു ചാനലിൽ വരികയാണ്. ഈ ചാനലിൽ വരുന്ന ഏത് വാർത്തയും ജനങ്ങൾ ഒരു വലിയ മാർജിൻ ഇട്ടിട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന മിക്കവാറും വാർത്തകൾ ഭയങ്കരമായ മസാല പുരട്ടിയതായിരിക്കും. അതുകൂടാതെ വളരെ അതിശയോക്തിപരമായിരിക്കും, സത്യവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതായിരിക്കും. എന്നാൽ ഈ അവതരണ രീതി, അതിൻ്റെ എരിവും പുളിയും മസാലക്കൂട്ട് ഉള്ളതുകൊണ്ട് ആളുകൾ കുറേ പേരെങ്കിലും ഇത് കാണുകയും കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിക്കുകയും ചെയ്യും. കാണുന്ന ബഹുഭൂരിപക്ഷ ആളുകൾക്കറിയാം ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല, കഥയൊന്നുമില്ല, ഇത് ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള കപോല കൽപ്പിതമായിട്ടുള്ള കഥയാണ് എന്ന്. ചന്ദ്രശേഖരൻ മുതലാളിക്കെതിരെയുള്ള ഈ കേസ് ഉണ്ടല്ല, കപോല കൽപ്പിതമായ കെട്ടുകഥയാണെന്നാണ് നമ്മളെ ചങ്കരം വക്കീൽ പറഞ്ഞു വരുന്നത്. പക്ഷെ ഈ ചന്ദ്രശേഖരൻ മുതലാളിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും നേതാവായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവായിരുന്നെങ്കിൽ നമ്മളെ ചങ്കരം വക്കീൽ വന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ആലോചിച്ചോക്കട്ടെ. ഇതൊരു കപോല കൽപ്പിത കഥയൊന്നല്ല, ഇതുള്ള കഥയാണ്, ഇതുള്ള കഥയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചങ്കരം വക്കീൽ കടന്ന് കളിക്കുന്ന കളി നമുക്ക് കണ്ടുകൂടായിരുന്നു. പക്ഷെ ഇതെന്താ ചെയ്യാ? ഇത് നമ്മളെ സ്വന്തം മുതലാളിയായിപ്പോയില്ലേ. മുതലാളിക്കെതിരെ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ വന്ന് ന്യായീകരിച്ച് മെഴുകേണ്ട അവസ്ഥയായിപ്പോയില്ല നമ്മുടെ ചങ്കരം വക്കീലിന്. പിന്നെ റിപ്പോർട്ടർ ചാനലിന്റെ പല വാർത്തയോടും പല വാർത്താ അവതരണ രീതിയോടൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഈ വാർത്തയോട്, ഈ മുതലാളിക്കെതിരെ, ചന്ദ്രശേഖരൻ മുതലാളിക്കെതിരെയുള്ള ഈ വാർത്തയോട് പൂർണ്ണമായ യോജിപ്പാണ്. സത്യസന്ധമായ വാർത്തയാണ്, സത്യസന്ധമായ പരാതിയാണ് റിപ്പോർട്ടർ ചാനൽ കേരളത്തിന്റെ മുന്നാകെ വെച്ചത്. സംഭവം നിങ്ങളെ മുതലാളി കട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അരിക്കലത്തിൽ നിങ്ങളെ മുതലാളി തലയിട്ടിട്ടുണ്ട്. മുതലാളി അരിക്കലത്ത് തലയിട്ടോണ്ട് തന്നെയാണ് നിന്നെ പോലെയുള്ള വെട്ടവളിയന്മാർ മുതലാളിയെ ന്യായീകരിക്കാൻ വേണ്ടി ഓടി വന്നത്. എന്റെ മുതലാളി അരിക്കലത്തിൽ തലയിട്ടില്ലേ, എന്റെ മുതലാളി അരിക്കലത്തിൽ തലയിട്ടില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് മെഴുകേണ്ട അവസ്ഥ നിനക്കൊക്കെ വന്നത് നിന്റെ മുതലാളിയുടെ തല ഇപ്പോഴും അരിക്കലത്തിന്റെ അകത്താണ്. അതായത് ചങ്കരം വക്കീലെ, നിങ്ങൾ മുതലാളിനെ ന്യായീകരിക്കാൻ വന്നതോടുകൂടി നമ്മൾ ഉറപ്പിച്ച് ചന്ദ്രശേഖരൻ കട്ടിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കട്ടത് ചേക്ക് വിട്ട് അങ്ങോട്ട് പോയില്ല, നിങ്ങളെല്ലാം കയ്യിൽ തന്നെയുണ്ട്. നമുക്ക് ചങ്കരം വക്കീല് അടുത്തതായിട്ട് മുതലാളിക്ക് വേണ്ടി എന്താണ് തൂറി മെഴുകുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? ചില ചാനലുകാർ ഇത് വലിയ ആഘോഷമായിട്ട് ഇത് രാജീവ് ചന്ദ്രശേഖർ കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്ത് ഒരു 10 മിനിറ്റ് ആർക്കെങ്കിലും ആളുകളെ ത്രില്ലടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തികച്ചും പ്രകോപിതനായി. അദ്ദേഹം പ്രകോപിതനാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ട്രീ കട്ടർ ചാനലിൽ വന്ന വാർത്തയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കും. പണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആരോപണം ആരെങ്കിലും പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട നേതാക്കന്മാർ മാനഷ്ട കേസ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ജോൺ ഫിലിപ്പോസൊക്കെ അങ്ങനെ കേസ് കൊടുത്ത ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധികാരനായിരുന്ന കുമ്പളത്ത് ശങ്കുപിള്ള അഴിമതി കാണിച്ചു എന്ന വാർത്ത ഒരു പത്രത്തിൽ വന്നു. അപ്പോൾ ഈ ശങ്കുപിള്ള ചേട്ടൻ്റെ ആരാധകർ അദ്ദേഹത്തിൽ ചോദിച്ചു, ശങ്കുപിള്ള ചേട്ടാ കേസ് കൊടുക്കുന്നില്ലേ? പുള്ളി പറഞ്ഞു, ഞാൻ എന്തിനാ കേസ് കൊടുക്കണം? അല്ല, പത്രത്തിൽ വാർത്ത വന്നല്ലോ. ശങ്കുപിള്ള ചേട്ടൻ പറഞ്ഞു, ഇന്നിപ്പോൾ കുമ്പളത്ത് ശങ്കുപിള്ള അഴിമതി കാണിച്ചു എന്ന് വാർത്ത ഒരു പത്രത്തിൽ വന്നു, ഞാൻ അതിനെതിരെ കേസ് കൊടുത്തു വിചാരിക്കും. നാളെ വേറൊരു പത്രത്തിൽ കുമ്പളത്ത് ശങ്കുപിള്ളയ്ക്ക് ഗർഭമുണ്ട് എന്നൊരു വാർത്ത വന്നാൽ പിന്നെ അതിനെതിരെയും കേസ് കൊടുക്കേണ്ടി വരില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുവർത്തിക്കേണ്ടിയിരുന്ന നയം ഇത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരന് ഗർഭമുണ്ട് എന്നൊരു വാർത്ത മിക്കവാറും നാളെ മറ്റന്നാളോ ഈ ട്രീ കട്ടർ ചാനലിൽ വരും. മൊട്ടാരും ഇത് അസ്തോപജനകമായ ഒരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, BJP സംസ്ഥാന പ്രസിഡന്റും ഏഷ്യാനെറ്റ് ചാനലിലെ തലവനുമായ രാജീവ് ചന്ദ്രശേഖരൻ 6 മാസം ഗർഭമുണ്ട്, അടുത്തതിന്റെ പിന്നത്തെ മാസം പുള്ളി പ്രസവിക്കും എന്നൊരു വാർത്ത കൊടുത്താൽ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആളുകൾ ബുദ്ധിജീവികളായതുകൊണ്ട് അവർ കുറേ പേര് വിശ്വസിക്കും. അത് മിക്കവാറും കൈരളി ചാനൽ ഏറ്റുപിടിക്കുക ചെയ്യും. പക്ഷേ തലയ്ക്കൂടെയുള്ള ആരും അത് ഏറ്റുപിടിക്കില്ല. കാരണം
അപ്പൊ തലക്ക് വെളിവില്ലാത്തത് കൊണ്ടാണോ ചങ്കരം വക്കീൽ ചന്ദ്രശേഖരൻ മുതലാളിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനും വേണ്ടി ഇങ്ങനെ വന്ന് മെഴുകുന്നത്? പിന്നെ അതിന്റെ ഇടക്ക് മുതലാളിന് എന്തോ ഒരു വെച്ചതുപോലെ തോന്നി നമുക്ക്. നിങ്ങളെ മുതലാളി 6 മാസം ഗർഭായിന്ന് നമ്മളെ റിപ്പോർട്ടർ ചാനലിൽ വാർത്ത കൊടുത്തേക്കുന്നു. സംഭവം നമ്മളെ ശാഖയിൽ നടക്കുന്ന വെളിച്ചെണ്ണ പരിപാടിയിലും കേൾക്കുമ്പോ നിങ്ങൾ മുതലാളിക്കിട്ട് പണിഞ്ഞതല്ലേ ഇത്? മുതലാളിനെ ന്യായീകരിക്കാൻ വന്നിട്ട് മുതലാളിക്കിട്ട് തന്നെ പണിയുന്നത് അത്ര നല്ല സ്വഭാവമല്ല ചങ്കരം വക്കീല്. പക്ഷെ മുതലാളിനെ എങ്ങനെ വെളുപ്പിക്കാൻ നോക്കിയിട്ടും വെളുക്കുന്നില്ല ചങ്കരം വക്കീല്. എന്താ ചെയ്യാ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ മുതലാളി 100 കോടിന്റെ മഹാരാഷ്ട്ര കേസ് അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് റിപ്പോർട്ടർ ചാനൽ 150 കോടി തിരിച്ചടിച്ച് അതോടുകൂടി നിങ്ങളെ മുതലാളി മൂഞ്ചി പണ്ടരടങ്ങി പോയി. നമുക്ക് ചങ്കരം വക്കീല് അവസാനമായിട്ട് മുതലാളിന്റെ മാനനഷ്ടത്തെക്കുറിച്ച് എന്താ പറഞ്ഞു കേട്ടിരുന്നാലോ? വാ. അവർ ഏഷ്യാനെറ്റിലുള്ള സകല ആളുകൾക്കെതിരായിട്ട് രാജീവ് ചന്ദ്രശേഖർ, വിനു വി ജോൺ, സിന്ധു സൂര്യകുമാർ എന്ന് മാത്രമല്ല അവിടുത്തെ ചപ്രാസിക്കും സ്വീപ്പർക്കെതിരായിട്ട് വരെ കേസ് കൊടുത്തു. ഇവരെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്നാണ്. അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വാർത്ത ആരെങ്കിലും പ്രസിദ്ധീകരിക്കാറുണ്ടോ? അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കുത്തകാവകാശം ഈ ട്രീ കട്ടർ ചാനലിനാണ്. അവർക്ക് മാത്രമുള്ളൊരു കാര്യമാണിത്. വേറെ ആരും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാണ് അവരുടെ താല്പര്യം. അത് ശരിയുമാണ്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന കാര്യത്തിൽ നമ്മളെ റിപ്പോർട്ടർ ചാനൽ ഒന്നല്ല ഒന്നാം സ്ഥാനം. എന്റെ ചങ്കരം വക്കീല് ഒന്നാം സ്ഥാനം ഉണ്ടല്ല. നിങ്ങളെ മുതലാളിന്റെ വേശ്യാനെറ്റ് ഇല്ലേ, വേശ്യാനെറ്റാണ്. വേശ്യാനെറ്റ് മാത്രമല്ല, നിങ്ങളെ മുതലാളിന്റെ തന്നെ വേറൊരു സ്ഥാപനമുണ്ട്. മോനെ വിസർജനം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോക ചരിത്രത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട ചാനല്, ഇതുപോലെ പച്ചക്കള്ളവും അടിസ്ഥാനരഹിതമായ വാർത്തകളും മാത്രം കൊടുക്കുന്ന ഒരു ചാനല് ലോകത്ത് എവിടെ നോക്കിയാലും ലോകത്തെങ്ങനെ മുക്കിത്തപ്പിയാലും കിട്ടൂല. അങ്ങനെ ഒരു ചാനലിന്റെ മുതലാളി കൂടിയാണ് നിങ്ങളിപ്പോ വന്ന് തൂറി മെഴുകി ന്യായീകരിക്കാൻ നോക്കുന്നില്ലേ ചന്ദ്രശേഖരൻ മുതലാളി. ഇങ്ങനെ ഈ ചന്ദ്രശേഖരൻ മുതലാളിന്റെ കയ്യിലുള്ള ഈ 2 ചാനലാണ് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ആ 2 ചാനലിന്റെ അടുത്തൊന്നും നമ്മൾ റിപ്പോർട്ടർ ചാനൽ എത്തൂല കേട്ടോ. അതുകൊണ്ട് കേരളത്തിൽ പച്ചക്കള്ളം പടച്ചുവിടുന്ന 2 ചാനലിന്റെ മുതലാളിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വന്ന് തൂറി മെഴുകുന്ന കാണുമ്പോ വളരെ സങ്കടം തോന്നുന്ന ചങ്കരം വക്കീലിന്റെ ഈ അവസ്ഥയിൽ ഞാൻ വളരെ അതിയായി ഖേദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചങ്കരം വക്കീലിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മുതലാളി അങ്ങനെ പെട്ട് കഴിഞ്ഞാല് വൈകുന്നേരം കിട്ടുന്ന 2 കമ്മുട്ട സാധനവും കുഴിമന്തിയും വീട്ടിലേക്കുള്ള പാർസൽ കുഴിമന്തിയും എല്ലാം മൂഞ്ചിപ്പോന്നുള്ള പേടിയാന്ന് ചങ്കരം വക്കീലിന്റെ ഈ മെഴുകൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മുതലാളി പെട്ട് കഴിഞ്ഞാല് പട്ടിണിയാകുന്ന ചങ്കരം വക്കീലിന്റെ ഈ ദീനരോധനം കണ്ടിട്ട് എന്റെ കണ്ണുകൾ നിറയുന്നു, എന്റെ കണ്ടം ഇടർന്നു എന്റെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒന്നുകൂടി മുതലാളിക്ക് വേണ്ടി തൂറി മെഴുകുന്ന ചങ്കരം വക്കീലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.